ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. ഇപ്പം എൻ്റെ സൗണ്ടിനൊരു മാറ്റം ഉണ്ടെങ്കിൽ വേറൊന്നും അല്ലാതെ എനിക്ക് പനിയാണ്. അങ്ങനെ ഭയങ്കര ചൂടൊന്നുമില്ല. ഇന്നലെ നല്ല ചൂടുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ പനി ഉണ്ടെങ്കിൽ നമുക്കുള്ള അസ്വസ്ഥതകളുണ്ടല്ലോ, നമുക്ക് കഫക്കെട്ട്. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് പനി. ഈ വീഡിയോ പിടിച്ചപ്പോഴൊന്നും അല്ല കേട്ടോ, വോയിസ് ഓവർ കൊടുത്തപ്പം. ഈ കടൽ തീരം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊടുങ്ങല്ലൂർ 3 ദിവസത്തെ നൈറ്റ് ഷൂട്ടിങ്ങിന് പോയായിരുന്നു. പൊങ്കാല എന്ന് പറയുന്ന നമ്മുടെ മലയാള പടമാണ്. ശ്രീനാഥ് ഭാസി, ബാബുരാജ് ഏട്ടനൊക്കെ ഉള്ള, പിന്നെ പുതിയ നടിമാരൊക്കെയാണ്. ഇവരൊക്കെ ഉള്ളൊരു പൊങ്കാല സിനിമയ്ക്ക് 3 ദിവസത്തെ നൈറ്റ് ഷൂട്ടിന് പോയായിരുന്നു. അപ്പോൾ ഒട്ടും ഉറങ്ങാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇപ്പുറത്തോട്ട് തിരിച്ച് കാണിച്ച ഷൂട്ടിങ് കിട്ടും. അതുകൊണ്ടാണ് കടൽ മാത്രം എടുത്തത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് വന്നു. ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എടുത്തതാണ്. പക്ഷേ നമ്മുടെ നടന്മാരങ്ങോട്ട് പോയായിരുന്നു. ഇങ്ങനെയാണ്, ഒരു അമ്പലപ്പറമ്പ് കാണിക്കുകയാണ്, ഉത്സവം. അപ്പോൾ ഉത്സവത്തിൽ ഫൈറ്റ് സീനൊക്കെയാണ്. അപ്പോൾ ഫൈറ്റ് സീൻ അവിടെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ ആ കേക്ക് കട്ടിങ് ഉണ്ടായപ്പോൾ നമ്മളത് എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഞാനും എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ സിനിമയ്ക്ക് പോയി. ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും നല്ല രസമായിരുന്നു കേട്ടോ. ആ 3 ദിവസം നല്ല രസമായിരുന്നു. ഒരു വൈബും എല്ലാവരുമായിട്ട് കാണുന്നതും ഒക്കെ നല്ല രസമായിരുന്നു. എല്ലാവരും എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും ഷൂട്ടിങ്ങിൻ്റെ സെറ്റുകളിൽ പോകുമ്പോൾ കാണുന്ന ഒരുപാട് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ലേഡീസ്, നമുക്ക് കൂട്ടുകൂടുതൽ ലേഡീസാണ്. പിന്നെ ആണുങ്ങളുണ്ടായിരുന്നു. അവരെ കണ്ട് മിണ്ടവും എടുക്കും, തമാശ പറയലും ചിരികളും. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഷൂട്ടിങ് കാണുകയും ആദ്യം നിന്നവർ നിൽക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടാ. ആ പുറത്ത് മണ്ണ് പറ്റിയേക്കണ പുള്ളി ഇതേത് കണ്ടോ, അത് ഫൈറ്റിലുള്ള ചെറുക്കനാണ് കേട്ടോ. തമിഴനാണേ, ഫൈറ്റിലുള്ളതാണ്. ചേച്ചിമാരുടെ പാട്ട് വെച്ചേക്കാം. ചേച്ചിമാരൊക്കെ നിന്ന് കളിക്കുവാണ്, ഡാൻസ് ചെയ്യണം കേട്ടോ. ഈ ചെറുക്കനൊക്കെ ഫൈറ്റ് സീനിലുണ്ട്. ഈ സിനിമ കാണുമ്പോൾ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ആ സിനിമയ്ക്ക് 3 ദിവസം പോയി. നല്ല ഉറക്കം നിന്നു. കാരണം ഇടയ്ക്ക് ഷൂട്ടിങ് നിർത്തി വെച്ചായിരുന്നു, മഴ പെയ്തപ്പോൾ. അപ്പോൾ ഏകദേശം കുറച്ച് നേരം ഒന്ന് മയങ്ങാൻ പറ്റി. എല്ലാവരും അവിടെ ഇവിടെ കിട്ടിയ സ്ഥലത്തൊക്കെ സ്റ്റേജിൽ അവിടെയൊക്കെ കയറി കിടന്നിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഒരു നല്ലൊരു ഓർമ്മ അനുഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്ന് 21-ാം തീയതിയാണ്, ഏപ്രിൽ 21, 2025. അപ്പം നാളെ 22-ാം തീയതി തൊട്ട് 3 ദിവസത്തേക്ക് കുഴിപ്പള്ളി ബീച്ചിൽ ഒരു ഇതുണ്ട്. ഏത് സിനിമയാണെന്നറിയില്ല, 3 ദിവസമുണ്ട്, വർക്കുണ്ട്. നാളെ ഞാൻ പോകുന്നുണ്ട്. പനിയുണ്ട്, പക്ഷെ മരുന്ന് കഴിച്ചൊന്ന് കുറച്ചിട്ട് എന്തായാലും അത് വിട്ട് കളയാനുള്ള എനിക്ക് അത് അപ്പോൾ ഇപ്പം ഞാനുള്ളത് ട്രെയിനിലാണ് കേട്ടോ. ട്രെയിനിൽ പോകുകയാണ്. ഇവിടെ പോകുകയാണെന്ന് നിങ്ങളും ആലോചിക്കും കേട്ടോ. മുഖമൊക്കെ വല്ലാണ്ടായി. ഞാൻ വേറെ അല്ല മക്കളെ പോകുന്നത് കർണാടകയിലേക്കാണ്. കർണാടക പണ്ട് ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ മൈസൂരും ബാംഗ്ലൂരൊക്കെ ഞാൻ മറ്റേ ടൂറ് പോയിട്ടുണ്ടെന്നല്ലാണ്ട് കർണാടക സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ ട്രെയിനിൽ നിന്ന് കുറച്ച് ഭാഗം പാലക്കാട് അങ്ങാണ്ടായിരുന്നു അതെടുത്തത്. ഇത് വേറൊന്നിനുമല്ല, കാന്താര 2 എന്ന് പറയുന്ന സിനിമ ഇവിടെ ചിത്രീകരണത്തിനാണ് പോയത്. നമ്മൾ കുറച്ച് ക്രൗഡ് വർക്കിന് പോയതാണ്. അപ്പോൾ അവിടുത്തെ വേഷമൊക്കെ ഇട്ടുള്ള വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാനോ ഷെയർ ചെയ്യാനോ പാടില്ലാത്തതുകൊണ്ട് അതൊന്നും ഇടുന്നില്ല. പോകുന്ന വഴി എടുക്കണുള്ളൂ. അപ്പം ഞങ്ങൾ കർണാടകയിലുള്ള ബൈന്ദൂർ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു വണ്ടി വന്നിട്ടുണ്ട്. അതിന് കയറാനുള്ള പുറപ്പാടാണ് കേട്ടോ എല്ലാവരും പോകുന്നത്, ബൈന്ദൂർ. അപ്പോൾ അങ്ങനെ സ്റ്റേഷനും കാര്യങ്ങളും നമ്മളൊക്കെ പോണവർ കുറേ പേരുണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ നിന്ന് അങ്ങ് പോകുന്നുള്ളൂ. ബാക്കി എല്ലാവരും വണ്ടി കയറി ഇരിക്കുന്നുണ്ട്, സെറ്റ് ഓഫ് ടീം. അപ്പോൾ സത്യം പറയാൻ യാത്രകൾ ചെയ്യുക, എല്ലാവരും കൂടി പോവുക, അതൊക്കെ ഒരു രസമാണല്ലോ. ഇതൊരു രസമാണ്. പിന്നെ കർണാടകയിൽ അപ്പോൾ അന്ന് പോയിട്ട് 1 മണിക്ക് റൂമിലെത്തിയിട്ട് അവിടെ നിന്ന് 4:30-ക്ക് കുളിച്ചിറങ്ങിയിട്ട് പോണ പോക്കാണ് ഈ കാണുന്നത്. 4:30-ക്ക് ഇറങ്ങി അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. അത് 5:30, 5:45 ആയിട്ട് പോലും എത്തിയിട്ടില്ലായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് കാടിൻ്റെ ഏരിയയിലേക്ക്, ഒരു മലയിലേക്ക് അങ്ങനെ പോയിട്ടാണ് ഈ സിനിമ പിടിക്കുന്ന സ്ഥലത്തോട്ട് എത്തുന്നത്. സെറ്റ് ഞാൻ കുറച്ചൊക്കെ പകർത്തിയിട്ടുണ്ട്. പക്ഷെ അത് പബ്ലിക്കിൽ ഇട്ടാൽ പ്രശ്നമാവുമോ എന്നറിയില്ല. അവരൊരിക്കലും കാന്താര അവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ താഴെ മൊബൈൽ വാങ്ങിച്ചു വെക്കും, എന്നാലും താഴെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ കാന്താര എന്ന് മെൻഷൻ ചെയ്ത് ടാഗ് ചെയ്തൊന്നും ഇടരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞു. അഥവാ അവിടെ വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ.
വീഡിയോ എടുത്ത കുഴപ്പമില്ലല്ലോ, ഞാൻ അതെടുക്കുക. അപ്പം ഞങ്ങൾ 3-ാം ദിവസം ഷൂട്ട് കഴിഞ്ഞ് പോരുവാണ് കേട്ടോ. പോരുമ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. ഫോണത് എന്താ അങ്ങനെ ഇരിക്കണേന്ന് അറിയില്ല, സ്റ്റക്കായ പോലെ. അപ്പം മണ്ണൊക്കെയാണ് കാണുന്നത് കേട്ടോ. പിന്നെ അപ്പം ഞാനിങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് കോള് ചെയ്യണ പോലെ കാണിച്ചിട്ടെടുക്കുക. ആ സെറ്റ് മുകളിലുണ്ട് കേട്ടോ, ചെറുതായിട്ട് കാണാനുണ്ട്. എനിക്ക് പേടിയുണ്ട് അത് പബ്ലിക്കിലിടാൻ, എന്നാലും ഇട്ടെന്നുള്ളൂ. ഇതൊക്കെ താഴെ നമുക്ക് ഫുഡ് കഴിക്കാനും ഡ്രസ്സ് മാറാനുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചതാണ് അവർ കേട്ടോ. അപ്പോൾ നമ്മുടെ ടീമിലെ അംഗങ്ങൾ, നമ്മളൊരു ബസ്സിൽ പോണ ആൾക്കാരെല്ലാവരും കൂടെ ഇവിടെ നിൽക്കുന്നു. ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ. സോറി, വീഡിയോ. അപ്പോൾ താഴെ നിന്നൊന്നും എടുക്കരുത്, അവർ പറഞ്ഞു ടാഗ് ചെയ്തിടരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാന്താര 2-ൽ അങ്ങനെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള കുറച്ച് സീൻസിലൊക്കെ പെട്ടിട്ടുണ്ട്. ഞാനവിടെ ഉള്ളവരൊക്കെ ഒന്ന് വെറുതെ എടുത്തതാണ്. കർണാടകയോട് അന്ന് വിട പറഞ്ഞില്ല, അന്ന് അവിടെ കിടന്ന് വെളുപ്പിനെ വിട പറയുമല്ലോ, ആ ഒരു ഓർമ്മ കൊണ്ട് ആ സ്ഥലത്തുനിന്ന് നമ്മൾ വിട പറയുകയാണല്ലോ, ആ ഒരു ഓർമ്മ വെച്ചിട്ട് അത് ചെയ്തു. അപ്പോൾ ഇത് മൂകാംബിക അമ്പലത്തിൽ നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് നടന്ന് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ വന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകുക. അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത വീഡിയോ ഒക്കെ എടുത്തത് നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് അമ്പലം. പക്ഷെ അമ്പലത്തിൽ കയറാൻ സമയം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കുറച്ച് പേര് ആരാണ്ടൊക്കെ കയറിയിരുന്നു. നല്ല രസമാണ് അവിടെ കേട്ടോ. അവിടെ പൂക്കടയൊക്കെ നിലത്ത് ഇത് ഭംഗിക്ക് അതൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. മൂകാംബിക അമ്പലം എന്ന് കേട്ടിട്ടല്ലാണ്ട് അതൊന്നും കണ്ടിട്ടില്ല. ഉള്ളിൽ കയറാൻ പറ്റിയില്ല, ഫ്രണ്ടിൽ നിന്നിട്ട് അതൊന്ന് നോക്കാൻ പറ്റി, കാണാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഒരു നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു. നമ്മുടെ ടീം, നമ്മുടെ പരിസരത്തുള്ള 2 റെസിഡൻസ് അസോസിയേഷൻ ആൾക്കാർ അവിടെ മൂകാംബിക ക്ഷേത്രത്തിൽ അവരുടെ കുട്ടികളുടെയൊക്കെ അവരുടെ ടീമുണ്ട്, അവരുടെ കുട്ടികളുടെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. എന്താ പറയുക, അമ്പലത്തിൽ തീർത്ഥയാത്ര പോലെ അവർ വന്നതുമാണ് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോഴേക്കും എല്ലാവരും ഇതെന്താ ഇവിടെ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. എൻ്റെ കൂട്ടുകാരിയൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. എത്ര എണ്ണങ്ങളാണെന്നറിയാം. പിന്നെ അങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകണം. വീഡിയോ എടുത്താണ് കേട്ടോ. എന്തായാലും കർണാടകയിൽ നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ. അപ്പോൾ ഓരോ വഴിക്ക് യാത്ര ചെയ്യാൻ പറ്റുമ്പോൾ ആ യാത്രയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ പറ്റില്ല, വലിയ കാര്യം. അപ്പോൾ നോക്കുമ്പോണ്ട് കുറേ കുട്ടികൾ അമ്പലത്തിൽ ഉത്സവത്തിന്, അമ്പലത്തിൽ നല്ല പരിപാടികളായി വേണ്ടിയിട്ട് കോസ്റ്റ്യൂംസൊക്കെ അണിഞ്ഞ്, ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ അണിഞ്ഞിട്ട് നടക്കുന്നു കേട്ടോ. मेरे जिंदगी तो प्यार है मत करो आदमी अच्छा गाना है അവർക്ക് വേദിയിൽ നല്ല വേദിയിൽ അവർ വരണം. അവർക്കൊക്കെ ഒരുപാട് കഴിവും സന്തോഷങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരു വെളിയിലാണ്. വേറൊന്നും അല്ല, നമ്മുടെ കൂടെയുള്ള മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ നമ്മുടെ കോർഡിനേറ്ററാണ്. അപ്പോൾ ചേച്ചി നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ